നമസ്കാരം, വെൽക്കം ടു ഫ്രാഡോ SG അക്കാഡമി. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നതാണ്. നമ്മൾ സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഇത്തരം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായി തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഓപ്ഷനിൽ നിന്നും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്താം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാമുകൾ, ചോയ്സുള്ള എക്സാമുകൾ ഒരിക്കലും എന്തില്ല ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഡയറക്റ്റ് ചോദിക്കില്ല. ഓക്കെ, അതിപ്പോൾ SSC ആയിക്കോട്ടെ, റെയിൽവേ, ബാങ്ക്, കേരള PSC, ഇങ്ങനെ ഏത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാമുകളും ഡയറക്റ്റ് ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ചോദിക്കില്ല. പിന്നെ എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം എവിടെയാണെന്ന് വെച്ചാൽ, ചില ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഇടയിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്ക് വരും. നമ്മൾ അവിടുന്ന് ആ സിറ്റുവേഷനിൽ എക്സിൻ്റെ വാല്യൂ റൂട്ട് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റൂ, മുന്നോട്ടേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷനിലാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പെട്ടെന്ന് എളുപ്പത്തിൽ സോൾവ് ചെയ്യേണ്ട ആവശ്യകത വരുന്നത്. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. x = -b + or -√b² - 4ac / 2a എന്നൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് സാധാരണ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. എന്നാൽ നമ്മളിവിടെ വേറെ സിമ്പിൾ മെത്തേഡാണ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഫാക്ടറൈസേഷൻ മെത്തേഡ് നമുക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. എങ്ങനെയാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഡയറക്റ്റ് ആയിട്ട് ഫാക്ടറൈസേഷൻ ചെയ്യുന്നൊരു എക്സാമ്പിൾ, അതായത് x² + 7x + 7x + 10 = 0 എന്നൊരു ഇക്വേഷൻ ഞാൻ എടുത്തു. ഓക്കെ, 7x + 10 = 0. ഇത് നമുക്ക് ഫാക്ടറൈസേഷൻ എങ്ങനെ കിട്ടാം? രണ്ട് റൂട്ട് അല്ലെ, രണ്ട് റൂട്ടിനാവും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രണ്ട് റൂട്ടിനാവും. ആ രണ്ട് റൂട്ടിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതായിരിക്കും 10 ആയിരിക്കും. രണ്ട് പ്രൊഡക്റ്റ് 10 ആയിരിക്കും. ആഡ് ചെയ്താൽ 7 കിട്ടണം അല്ലേ. അങ്ങനത്തെ രണ്ട് നമ്പറാണ് ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? നമുക്കറിയാം 5 × 2 അല്ല, 5 × 2 10 കിട്ടും. 5 + 2 7 കിട്ടും. സോ 5ഉം 2ഉമാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് ഡയറക്റ്റ് അല്ല, ഇതിൻ്റെ ഇങ്ങനെ നമുക്ക് 5ഉം 2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റൂട്ട് കണ്ടെത്തുക? 5ഉം 2ഉം അല്ല ആക്ച്വൽ റൂട്ട്. റൂട്ട് എത്രയാണ്? -5ഉം -2ഉമാണ്. ഇതിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ ഈ ഇക്വേഷൻ ഫാക്ടറൈസ് ചെയ്ത് എഴുതാം? x + 5 × x + 2 = 0 എന്ന് എഴുതാം. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ -5ഉം -2 എന്നും കിട്ടും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എക്സ് ഇല്ലാത്ത ഈ നമ്പർ അല്ലേ, ഈ 10 എന്ന നമ്പർ, അതെന്തായിരിക്കണം? ആ രണ്ട് റൂട്ടിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കണം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആ രണ്ട് റൂട്ടിൻ്റെയും സം ആയിരിക്കണം. ആ രീതിയിലാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യും. നമ്മൾ എന്നാൽ ഡയറക്റ്റ് ഇത്തരം നമ്മൾ ഗിവൻ ക്വസ്റ്റ്യൻ ഏതാണ്, ഈ ക്വസ്റ്റ്യൻസിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫാക്ടറൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നമ്മൾ സാധാരണ ചെയ്യാറില്ല അല്ലേ. ഇവിടെ ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, അതായത് കോഎഫിഷ്യൻ്റ് x² കോഎഫിഷ്യൻ്റ് 1 അല്ലാത്ത കേസിൽ ഇവിടെ 4 വന്നു. ഇത്തരം കേസുകൾ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് പോകാറാണ് പതിവ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ എന്താണുള്ളത്? നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് കിട്ടണം? ഇവിടെയുള്ള വാല്യൂ കിട്ടണം. രണ്ട് റൂട്ടിനെ പ്രൊഡക്റ്റ് ആയിട്ട് ഇവിടെയുള്ള വാല്യൂ കിട്ടണം. രണ്ട് റൂട്ടിനെ സം ആയിട്ട് ഇവിടെയുള്ള വാല്യൂ കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ x² 1 അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 3ഉം 7ഉം അല്ല നമ്മുടെ റിക്വയർഡ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യേണ്ടത്. പിന്നെന്താണ് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ആയിട്ട് 3 ആണുള്ളത് അല്ലേ. ഈ 4 നമ്മൾ ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 12 കിട്ടും. ഓക്കെ, 12 കിട്ടും. ഈ നമ്പർ അതുപോലെ തന്നെ 7. അപ്പം നമ്മൾ ഇതിന് ചെക്ക് ചെയ്യേണ്ടത് രണ്ട് നമ്പർ, ആ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 12ഉം സം എന്ന് പറയുന്നത് 7ഉമായിട്ടുള്ള രണ്ട് നമ്പേഴ്സാണ്. ഏതാണ്? പ്രൊഡക്റ്റ് 12ഉം സം 7ഉമായിട്ടുള്ള രണ്ട് നമ്പേഴ്സ് 4ഉം 3ഉം അല്ലേ. 4 3 12, 4 + 3 7 എന്ന് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ റൂട്ടിന് നേരത്തെ പറഞ്ഞ പോലെ 4ഉം 3ഉമാണ് റൂട്ട് എന്ന് പറയുന്നത്. നമുക്കെന്ത് പറഞ്ഞു? ഇതിൻ്റെ നെഗറ്റീവ് അല്ല, സൈൻ മാറ്റിയിട്ടാണ് നമ്മളെ റൂട്ട് വാല്യൂ ആയിട്ട് എഴുതുന്നത് അല്ലേ. -4ഉം -3 എന്ന് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ്. നമുക്ക് അഡീഷണൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളിവിടെ 4 മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. ഈ 3ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ എന്ത് ചെയ്യാം? കിട്ടിയ റൂട്ടിൽ നിന്നും ഈ 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ബൈ 4. അപ്പോൾ എത്ര ഇടും? -1ഉം -3/4ഉം. ഇതാണ് നമ്മുടെ റിക്വയർഡ് റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോൾ സ്റ്റെപ്പ് നമ്മൾ ഓരോന്ന് എണ്ണി ചെയ്തുകൊണ്ടാണ് ഇത്രയും ലോങ് സ്റ്റെപ്പ് വരുന്നത്. ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 5x² + 3x - 14 = 0. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ആദ്യം ഈ 5നെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. എത്ര കിട്ടുക? -70 കിട്ടും അല്ലേ. -70 കിട്ടും. സം എത്ര ആയിരിക്കണം? +3 ആയിരിക്കണം. സം +3യും പ്രൊഡക്റ്റ് -70 ആയിട്ട് രണ്ട് നമ്പേഴ്സും. -70 ആയിട്ടുള്ള ഫാക്ടറൈസേഴ്സ് ഏതൊക്കെ നമ്പറാണ് സാധാരണ -70 പ്രൊഡക്റ്റ് ആയിട്ട് വരിക? മൈനസ് വിട്ട 70 ഏതൊക്കെയാണ് വരിക? 10 7 അല്ല, 10 × 7 70 ആണ്. 14 × 5 70 ആണ്.
അതുപോലെ 35 ഇൻറ്റു 2 70 ആണ്. നമുക്ക് അത്ര നോക്കിയാൽ, കാരണം പ്രൊഡക്റ്റ് സം എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. നമുക്ക് അധികം പോകണ്ട. അതായത് 3 എന്ന് പറയുമ്പോൾ എപ്പോഴാണ്, ഒന്നിക്കൽ രണ്ട് നമ്പർ സമ്മ് ചെയ്താൽ 3 കിട്ടും, അല്ലെങ്കിൽ മൈനസ് ചെയ്താൽ 3 കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് രണ്ട് കേസിലും എന്താ ഇത്രയും വലിയ നമ്പേഴ്സ് ഒന്നും ഒരിക്കലും 3ലേക്ക് വരില്ല. അതുകൊണ്ട് നമുക്ക് അവസാനത്തെ ഫാക്ടർ അതിനെ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യുക്തിക്ക് അനുസരിച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് -70 ആണ് കിട്ടുന്നത്, അല്ല മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് എന്താണ്, അതിൽ ഏതോ ഒരു നമ്പർ നെഗറ്റീവാണ്. രണ്ട് റൂട്ടിൽ ഒരു നമ്പർ നെഗറ്റീവ് ആകുമ്പോഴാണ് ഇവിടെ മൈനസ് വരുന്നത്, മൈനസ് ഇവിടെ വരുന്നത്. ഒരു നമ്പർ നെഗറ്റീവ് ആയിരിക്കും. രണ്ട് നമ്പർ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആയിരുന്നു. രണ്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിട്ട്, അപ്പോൾ പോസിറ്റീവ് കിട്ടുമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു നമ്പർ മാത്രമേ നെഗറ്റീവ് ആയിട്ടുള്ളൂ. അത് വലിയ നമ്പറാണോ ചെറിയ നമ്പറാണോ നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ കിട്ടും. കാരണം ഇവിടെ പ്ലസ് ആ വന്നിട്ടുള്ളൂ അല്ലേ. പ്ലസ് ആ വന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, വലിയ നമ്പർ പോസിറ്റീവാണ്, ചെറിയ നമ്പർ നെഗറ്റീവ് ആണെന്ന് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് സൈൻ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 10 7 കൊടുക്കാം. 10 7 മൈനസ് ചെയ്ത് എത്ര കിട്ടാം, 3 കിട്ടും അല്ലെ. 3 കിട്ടും. 14 5 മൈനസ് ചെയ്ത് നമുക്ക് 11 കിട്ടും. അപ്പോൾ നമുക്ക് 10ഉം 7ലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഏതാണ് അപ്പം പോസിറ്റീവ്, 10 ആണ് പോസിറ്റീവ്, 7 നെഗറ്റീവ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 10ഉം -7 ഇതാണ് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സൈൻ മാറ്റണം എന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ സൈൻ മാറ്റണം. സൈൻ മാറ്റുമ്പോൾ എന്ത് കിട്ടും, -10ഉം 7 കിട്ടും. -10ഉം 7ഉം. ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ബൈ 5 അപ്പോൾ ഇതാ ഡിവൈഡ് ബൈ 5. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് റൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നതാണ് ഈ ഇക്വേഷൻ. -10 കഴിഞ്ഞാൽ -2ഉം 7/5 ആണ് നമ്മുടെ ഈ ഇക്വേഷൻ്റെ 5x² + 3x - 14 = 0 എന്ന ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറയും. നമുക്ക് ഈസി ആയിട്ട് 10 സെക്കൻഡ് 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വാല്യൂ റൂട്ട് കണ്ടെത്താം. നമുക്ക് ആകെ വേണ്ടതാണ് ഈ ഫാക്ടർ ഏതൊക്കെയാണ്, 10 7 ആ രണ്ട് നമ്പർ കിട്ടിയാൽ മതി. ഓക്കെ, ആ ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചാൽ ഈസി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ കേട്ടോ, 5x² + 13x - 6 = 0. ഇവിടെ മൈനസ് ആണ് വരുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്, റൂട്ടിൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കുക. എന്താണ്, ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു -30 വരും അല്ലേ. -30 പ്രൊഡക്റ്റ് -30 സം എന്ന് പറയുന്നത് 13 കിട്ടണം. അപ്പോൾ 13ൻ്റെ ഏതൊക്കെയാണ് ഫാക്ടർ ഉള്ളത്, 6ഉം 5ഉം. 6ഉം 5ഉം 30 ആണ്, 6 5 30 ആണ്. 15 × 2 30 ആണ്. 10 × 3 30 ആണ്. അപ്പോൾ നമ്മൾ നോക്കുക 10 × 3 30 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക ഏതൊക്കെയാണ് വരുന്നത് നോക്കുക. ഒന്ന് നെഗറ്റീവ് ആണ് അല്ലേ, ഒന്ന് നെഗറ്റീവ് ആയിരിക്കണം, മറ്റേത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ആദ്യത്തെ 6ഉം 5ഉം. 6ഉം 5 കൂട്ടിയാൽ 11 കിട്ടും. 6ന് 5 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ എന്തായാലും അതല്ല. നെക്സ്റ്റ് 10 3 കൂട്ടിയാൽ 13 കിട്ടും, കുറച്ചാൽ 7 കിട്ടും. നമുക്ക് എന്താ വേണം, ഇവിടെ ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ 10ഉം 3ഉം കൂട്ടുന്ന കേസല്ല എടുക്കേണ്ടത്, 10ന്ന് മറ്റേത് 3 കുറക്കുക വേണ്ട, 7 വരുന്നത്. അപ്പോൾ ഇവിടെ 7 അല്ല 13 ഉള്ളത്. അടുത്ത ഫാക്ടർ 15ഉം 2ഉം. 15ഉം 2ഉം കൂട്ടിയ 17, നമുക്കത് ആവശ്യമില്ല. 15ന് 2 കുറച്ചാൽ 13 കിട്ടും. സോ 15ഉം 2ഉമാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അത് പ്ലസ്, ഇവിടെ പ്ലസ് വന്നുകൊണ്ട് തന്നെ എന്തായിരിക്കും, +15ഉം -2ഉമാണ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു അതിൻ്റെ സൈൻ മാറ്റണം. സൈൻ മാറ്റുമ്പോൾ എന്ത് വരും, -15ഉം +2ഉം വരും. പിന്നെ എന്ത് ചെയ്യണം, ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ബൈ 5 അപ്പോൾ നമ്മുടെ റൂട്ട് എന്ത് വരും, -3ഉം 2/5 ആണ് നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുക, 14x² + 43x + 33. കുറച്ച് വലിയ നമ്പറാണ്. നമ്മൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കണം. പക്ഷേ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് ചെയ്യുക. എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പ്രൈം ഫാക്ടറിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. നമ്മൾ ആദ്യം 33നെ പ്രൈം ഫാക്ടർ ഞാൻ എന്ത് ചെയ്തു, 3 × 11 ചെയ്തു അല്ലേ. 3 × 11 ചെയ്തു. അതുപോലെ ഈ 14നെ ഞാൻ 2 × 7 ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷനായിട്ട് എഴുതി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് നമ്പേഴ്സ് വേണം. രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണല്ലോ ഈ സാധനം എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് ഈ സാധനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് ഈ 11 × 2 എത്ര കിട്ടുക, 22. 3 × 7 എത്രയാണ്, 21. ആ 22ഉം 21 അല്ല, 22ഉം കിട്ടി, 21 കിട്ടി. ഈ 22ഉം 21ഉം കൂട്ടി എത്ര കിട്ടുക, 43 കിട്ടുന്നത്. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതാണ്, 22 × 21. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്ത് പ്രൈം ഫാക്ടർ ചെയ്തെഴുതും. അതിൽ നിന്ന്
മറ്റ് രണ്ട് നമ്പേഴ്സിന് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് രണ്ട് നമ്പർ ഉണ്ടാക്കി. നമുക്കങ്ങനെ കുറേ പേഴ്സ് ഉണ്ടാക്കാം അല്ലേ. ഇപ്പോൾ ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 6ഉം 11 × 7 77 കിട്ടും. 77ഉം 6ഉം ഒരിക്കലും ഇത് 43ലേക്ക് വരില്ല, ആഡ് ചെയ്ത് 43 വരില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പെയർ ചെയ്ത് രണ്ട് നമ്പർ ഉണ്ടാക്കി. ആ രണ്ട് നമ്പറിനെ ഞാൻ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് 43 കിട്ടണം. 43 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും, അതാണ് രണ്ട് നമ്പർ. അങ്ങനെ ഞാൻ പെയർ ചെയ്തിട്ട് ആഡ് ചെയ്തപ്പോൾ എനിക്ക് രണ്ട് നമ്പർ കിട്ടി. ആ രണ്ട് നമ്പറാണ് 22ഉം 21 എന്ന് പറയുന്നത്. സോ നമ്മുടെ വാല്യൂ നമ്പർ ഏതാണ്, 22 21. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ നെഗറ്റീവ് എടുക്കണം, സൈൻ മാറ്റണം. -22ഉം -21 വരും. അതെന്ത് ചെയ്യണം, ഈ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -22/14 -21/14. ഇതാണ് നമ്മുടെ റിക്വയർഡ് വാല്യൂ എന്ന്. ഇതിനെ ചെറുതാക്കി എഴുതാൻ ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതാണ് നമ്മുടെ വാല്യൂ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇത്ര വലിയ നമ്പർ കിട്ടുമ്പോൾ ഈ രീതിയിൽ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ആ പ്രൈം ഫാക്ടറൈസേഷനെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ട് നമ്പർ ഉണ്ടാക്കുക. ആ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സമ്മ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ നമ്പറാണ് നമ്മുടെ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 26x² + 14x + 15 = 0. എന്താ ചെയ്യേണ്ടത്, 26ഉം 15ഉം കൊണ്ട് മൾട്ടിപ്ലൈ. നമുക്ക് വലിയ നമ്പറാണല്ലോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. എന്നാൽ 15 × 26 പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 15 ഞാൻ എന്ത് ചെയ്താം, 5 × 3 എന്ന് എഴുതാം. 26 എനിക്ക് എഴുതാം 2 × 13 എന്ന് എഴുതാം. എനിക്ക് എത്ര കിട്ടേണ്ടത്, 2 × 13. എനിക്ക് എത്ര കിട്ടുന്നത്, ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു 4 നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് നമ്പേഴ്സ് ഉണ്ടാക്കുക. ആ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് എനിക്ക് 49 കിട്ടണം. ഓക്കെ, 49 കിട്ടണം. ഞാൻ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യാം. ഏതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, 13 × 3 ചെയ്താൽ എത്ര കിട്ടാം, 39 കിട്ടും അല്ലേ. 5 × 2 ചെയ്താൽ 10 കിട്ടും. സോ 39 + 10 49 അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്താം, നമ്പേഴ്സ് ഏതൊക്കെയാണ്, 39ഉം 10 നമുക്ക് കിട്ടി അല്ലേ. 13 × 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 39 കിട്ടി. 5 × 2 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 10 കിട്ടി. ആ 39ഉം 10ഉം ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്ത് നോക്കി, 49 കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ അതെ 39ഉം 10ഉമാണ്. അടുത്ത സ്റ്റെപ്പ് എന്താ, ഇത് രണ്ടും നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം, സൈൻ മാറ്റണം. 39ഉം -10ഉം പിന്നെന്ത് ചെയ്യണം, 26 വെച്ച് ഡിവൈഡ് ചെയ്യണം. 26/26. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് റൂട്ട് കണ്ടെത്തുന്നത്. ഇതാണ് പരിപാടി എന്ന് പറയും. ഓക്കെ, അപ്പോൾ സൈൻ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് സമ്മ് എടുക്കുന്ന വാല്യൂ എടുക്കുന്ന നമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ആദ്യം എത്രയാണ്, ഈ 39 നമുക്ക് കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് അല്ലേ, അതിൻ്റെ സൈൻ മാറ്റിയിട്ടാണ് നമ്മൾ ഈ x²ൻ്റെ ഫാക്ടർ x² കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്ത് നോക്കുക. ഇതാണ് സ്റ്റെപ്പ് എന്ന് പറയും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതുപോലെ ആയിരുന്നു കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെത്തേഡ്. അത് ക്ലിയർ ആവാത്തതിൽ കൂടുതൽ എക്സാമ്പിൾസ് വേണം തോന്നുന്നവർ ഈ രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, സോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.